തെർമൽ റെസിസ്റ്റൻസ് ഓഫ് സോളിഡ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. മുന്നേ നമ്മൾ തെർമൽ കണ്ടക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സോളിഡിൽ ഹീറ്റ് കണ്ടക്റ്റ് ചെയ്യുന്ന അതിനെക്കുറിച്ചാണ് തെർമൽ കണ്ടക്ടിവിറ്റിയിൽ ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മളൊരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്, ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ടാകുന്നത്. ഇനി ആ കണ്ടക്ടിവിറ്റിക്ക് ഒപ്പോസിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് വരുന്നതിനെയാണ് തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു തടസ്സം, കണ്ടക്ടിവിറ്റിക്ക് എന്തെങ്കിലും കാരണത്താൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അത് തെർമൽ റെസിസ്റ്റൻസ് ആണ്. ഇനി തെർമൽ റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, അതിൻ്റെ പ്രോസസ്സസ് എന്താണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു തെർമൽ റെസിസ്റ്റൻസ് അറൈസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോളിഡ്സിൻ്റെ കേസിലാണ് നമ്മൾ ഇവിടെ കണ്ടക്ടിവിറ്റി ആണെങ്കിലും റെസിസ്റ്റൻസ് ആണെങ്കിലും പറയുന്നത്. സോളിഡ്സിൻ്റെ കേസിൽ 3 കാരണങ്ങൾ കൊണ്ട് നമുക്ക് തെർമൽ റെസിസ്റ്റൻസ് ഉണ്ടാകാം. ഫോർ സോളിഡ്സ് thermal resistance arises due to 3 mechanisms. For solids, thermal resistance arises due to 3 mechanisms. First എന്ന് പറയുന്നത് phonon-phonon interaction. സെക്കൻഡ് എന്ന് പറയുന്നത് സ്കാറ്ററിങ് ഓഫ് ഫോണോൺ ബൈ ബൗണ്ടറീസ് ഓർ ഗ്രെയിൻസ്. മൂന്നെന്ന് പറയുന്നത് സ്കാറ്ററിങ് ഓഫ് ഫോണോൺ by impurities and lattice imperfection. ഈ ഫോണോൺ ഇൻ്ററാക്ഷൻസ് അറൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉംക്ലാപ്പ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കാരണമാണ്. ഉംക്ലാപ്പ് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റി നമ്മൾ KU എന്ന് ഡിനോട്ട് ചെയ്യും. ബൗണ്ടറീസ് അല്ലെങ്കിൽ ഗ്രെയിൻസ് കാരണമുള്ള സ്കാറ്ററിങ്ങിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റിയെ നമ്മൾ KB എന്ന് പറയും. ഇംപെർഫെക്ഷൻസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ഉള്ളതിന് KI എന്നും പറയും. അപ്പോൾ സോളിഡ്സിൽ 3 റീസൺസ് ആണ് തെർമൽ റെസിസ്റ്റൻസിനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഫോണോൺ ഇൻ്ററാക്ഷൻ, 2 സ്കാറ്ററിങ് ഓഫ് ഫോണോൺ ബൈ ബൗണ്ടറീസ് ഓർ ഗ്രെയിൻസ്, 3 സ്കാറ്ററിങ് ഓഫ് ഫോണോൺ ബൈ ഇമ്പ്യൂരിറ്റീസ് ഓർ ഇംപെർഫെക്ഷൻ. ഈച്ച് ഓഫ് ദ എബോവ് മെക്കാനിസം ഹാസ് മീൻ ഫ്രീ പാത്ത്. ഈച്ച് ഓഫ് ദ എബോവ് മെക്കാനിസം ഇവിടെ ഇതിന് മീൻ ഫ്രീ പാത്ത് ലാംഡാസ് ഉണ്ട്, റെസിസ്റ്റൻസ് R ഉണ്ട്, തെർമൽ കണ്ടക്ടിവിറ്റി K ഉണ്ട്. അപ്പോൾ ഈച്ച് ഓഫ് ദ എബോവ് മെക്കാനിസം ഹാസ് മീൻ ഫ്രീ പാത്ത് ലാംഡ U, ലാംഡ P, ലാംഡ I. ഈച്ച് ഓഫ് ദ എബോവ് മെക്കാനിസം ഹാസ് മീൻ ഫ്രീ പാത്ത് ലാംഡ U, ലാംഡ B, ലാംഡ I. റെസിസ്റ്റൻസ്, തെർമൽ റെസിസ്റ്റൻസ് RU, RB, RI. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RU പ്ലസ് RB പ്ലസ് RI. ഇനി തെർമൽ കണ്ടക്ടിവിറ്റി. The thermal conductivity 1 by K is equal to
1/k is equal to 1/ku plus 1/kb plus 1/ka. ഇനി ഇത്രയാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഫോൺ ഓൺ ഇൻട്രാക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫോൺ ഓൺ ഇൻട്രാക്ഷൻ പറയുമ്പോഴത്തേനും സോളിഡ്സിൻ്റെ കേസിലാണ്. അപ്പോൾ സോളിഡ്സിൻ്റെ കേസിൽ നമുക്ക് ലീനിയർ മീഡിയത്തിനെ കുറിച്ചും പറയാം, നോൺ ലീനിയർ മീഡിയത്തിനെ കുറിച്ചും പറയാം. ഇതിൽ രണ്ടിലും നടക്കുന്ന ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ ലീനിയർ മീഡിയത്തിലുള്ള വേവ്സ് എന്ന് പറയുന്നത്, അതായത് വേവ്സ് എന്ന് പറയുമ്പോൾ ഈ ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള ഡിസ്റ്റർബൻസസ് ആണ് അവിടെ വേവ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫോണോൺ എന്ന് പറയുന്നതും ലാറ്റിസിലുണ്ടാകുന്ന വൈബ്രേഷൻസ്, അതിനെയാണ് ഒരു ഫോണോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ വൈബ്രേഷൻസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതാണ് ഫോൺ ഓൺ ഇൻട്രാക്ഷൻ. അപ്പോൾ ലീനിയർ മീഡിയത്തിൽ എല്ലാ ക്രിസ്റ്റൽ യൂണിറ്റ്സും അല്ലെങ്കിൽ ഓരോ ആറ്റംസും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻ ലീനിയർ മീഡിയം വേവ്സ്, അതായത് ഡിസ്റ്റർബൻസസ്, ഫോണോൺസ്, ദ വേവ് propagation obeys principle of superposition. In linear medium, the propagation of waves follows principle of superposition. And it is harmonic. ഇവിടെ റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സം ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. അതായത് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ എനർജി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറുമാണ്. The resultant displacement is sum of amplitude. The resultant displacement is sum of amplitudes. Energy is the square of amplitude. ഇനി ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് എന്ന് പറയുന്നത് എപ്പോഴും സ്മോൾ ആണ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് ഈസ് സ്മോൾ ആൻഡ് ഹയർ ഓർഡർ അൻഹാർമോണിക് ടേംസ് ആർ നെഗ്ലക്റ്റഡ്. അപ്പോൾ ലീനിയർ മീഡിയത്തിൽ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഒബേ ചെയ്യും, അത് ഹാർമോണിക്കുമാണ്. റിസൾട്ടൻ്റ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സം ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. എനർജി എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും സ്മോൾ ആണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഹയർ അൺഹാർമോണിക് ടേംസ് നെഗ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഹാർമോണിക് മാത്രമേ കാണത്തുള്ളൂ. ഇതാണ് ലീനിയർ മീഡിയത്തിൻ്റെ കേസ്. ഇനി നോൺ ലീനിയർ മീഡിയം നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എ നോൺ ലീനിയർ മീഡിയം principle of superposition breaks and the unharmonic terms and the waves are unharmonic. ഇവിടെ
two waves of frequency omega 1 and omega 2 combine to form omega 1 plus omega 2 and omega 1 minus omega 2. അതായത് ഒമേഗ വണ്ണും ഒമേഗ ടുവും ഫ്രീക്വൻസിയുള്ള രണ്ട് വേവ്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ 1 പ്ലസ് ഒമേഗയും മൈനസും ഒമേഗ 1 മൈനസ് ഒമേഗ 2 വേവും ഫ്രീക്വൻസിയുള്ള വേവും പ്രൊഡ്യൂസ് ചെയ്യും. If two waves of frequency for a nonlinear medium, principle of superposition breaks and waves are anharmonic. If two waves of frequency omega 1 and omega 2 combine, we get resultant waves as omega 1 plus omega 2 and omega 1 minus omega 2 and others. At low temperature, phonons at low temperature, the interactions between phonons is negligible. At low temperature, the interactions between phonons is negligible. At high temperature, atomic displacement are large and anharmonic terms are considered. At higher temperature, atomic displacement at higher temperature atomic displacements are large and anharmonic terms are neglected. Non-harmonic terms are considered. Low temperature interaction between phonons negligible ആണ്. At higher temperature atomic displacements are large and anharmonic terms are considered. ഇനി ഹയർ ടെമ്പറേച്ചർ റീജിയണിൽ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. പിന്നെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫോണോൺസിൻ്റെ കൊളിഷൻ നമ്പരും കൂടും. ഇൻ ദീസ് റീജിയൻസ്, അതായത് ഹയർ ടെമ്പറേച്ചർ റീജിയണിൽ മീൻ ഫ്രീ പാത്ത് ലാംഡ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഫോണോൺസിൻ്റെ വാല്യൂ ഇൻ കൊളിഷൻ പ്രോസസ്സും ഇൻക്രീസ് ചെയ്യും. ഇനി അടുത്തത് ഇപ്പോൾ ഫോണോൺ ഇൻട്രാക്ഷനിൽ തന്നെ രണ്ട് കൈൻഡ് ഓഫ് ഈ മൊത്തം ഇൻട്രാക്ഷൻസിൽ ഇപ്പോൾ നമ്മൾ 3 മെക്കാനിസംസ് ഡിസ്കസ് ചെയ്തില്ലേ, അത് മൂന്നും രണ്ട് രീതിയിൽ ഹാപ്പൻ ചെയ്യാം ഈ സ്കാറ്ററിങ് നടക്കുന്നതെന്ന് വെച്ചാൽ. ഒന്ന് നോർമൽ പ്രോസസ്സ്, ഒന്നെന്ന് പറയുന്നത് ഉംക്ലർട്ട് പ്രോസസ്സ്. അതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോർമൽ പ്രോസസ്സ് ഇത് എല്ലാം 3 ഫോണോൺ പ്രോസസ്സായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് രണ്ട് വേവ്സ് ഇൻ്ററാക്ട് ചെയ്യുന്നു, ഒരു പുതിയ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് 3 ഫോണോൺ പ്രോസസ്സ്. അപ്പോൾ ഇൻ 3 ഫോണോൺ പ്രോസസ്സ് omega 1 and omega 2 combine to form omega 3. In a 3 ഫോണോൺ പ്രോസസ് phonons
നോർമൽ പ്രോസസ്സിൽ ഇൻ എ 3 phonon പ്രോസസ് ഫോണോൺ ഓഫ് ഫ്രീക്വൻസി ω1 ആൻഡ് ω2 ആൻഡ് മൊമെൻ്റ് K1 ആൻഡ് K2 കമ്പൈൻഡ് ഫോം എ ഫോണോൺ ഓഫ് ഫ്രീക്വൻസി ω3 ആൻഡ് മൊമെൻ്റ് K3. ഇനി ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി h ഘട്ട് ω1 പ്ലസ് h ഘട്ട് ω2 ഈസ് ഈക്വൽ ടു h ഘട്ട് ω3. അതായത് ω1 പ്ലസ് ω2 ഈസ് ഈക്വൽ ടു ω3. പിന്നെ അതുപോലെ തന്നെ h ഘട്ട് K1 പ്ലസ് ഇത് ഫ്രീക്വൻസിയുടെ ടൈമിൽ ഇത് മൊമെൻ്റയുടെ ടൈമിൽ h ഘട്ട് K1 പ്ലസ് h ഘട്ട് K2 ഈസ് ഈക്വൽ ടു h ഘട്ട് K3. K1 പ്ലസ് K2 ഈസ് ഈക്വൽ ടു K3. ഇനി any process satisfying the above two conditions simultaneously is called a normal process or end process. Any process satisfying the above condition, any process satisfying the above condition simultaneously any process satisfying the above condition simultaneously is called a normal process. Or end process. ഇനി ഫോർ എ ഇതിപ്പോൾ നമ്മൾ സോളിഡ്സിൻ്റെ കേസാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 dimensional സ്ക്വയർ ലാറ്റിസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എ 2 dimensional സ്ക്വയർ ലാറ്റിസ് the boundaries of first Brillouin zone, the boundaries of first Brillouin zone is pi by a. ഇനി ദ കെ വെക്റ്റർ പോയിൻറ്റിങ് ടുവേർഡ്സ് ദ സെൻറ്റർ, ഈ സോണിൻ്റെ സെൻറ്ററിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന കെ വെക്റ്റർ അബ്സോർബ് ചെയ്ത ഫോണോൺസിനെ കാണിക്കും. അതായത് ഈ കൊളിഷൻ പ്രോസസ്സിൽ അബ്സോർബ് ചെയ്ത ഫോണോൺസിനെയാണ് സെൻറ്ററിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന കെ വെക്റ്റർ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഔട്ട് സൈഡിലോട്ട് കെ വെക്റ്റർ പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എമിറ്റ് ചെയ്ത ഫോണോൺസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രില്യൂൺ സോൺസിൻ്റെ വാല്യൂ പറഞ്ഞു പൈ ബൈ എ ആണ്. ഇനി കെ വെക്റ്റർ ഇൻസൈഡിലോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്ത ഫോണോണിനെ, കെ വെക്റ്റർ പുറത്തോട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എമിറ്റ് ചെയ്ത ഫോണോൺസിനെയാണ് represent ചെയ്യുന്നത്. The K vector pointing towards the center represent phonon absorbed in collision process. K vector pointing away from the center represent phonons emitted in collision process. അപ്പോൾ കെ വെക്റ്റർ ഇൻസൈഡിലോട്ട് പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് അബ്സോർബ് ചെയ്ത ഫോണോണിനെയും, കെ വെക്റ്റർ പുറത്തോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എമിറ്റ് ചെയ്ത ഫോണോണിനെയാണ് കാണിക്കുന്നത്. ഇനി നോർമൽ പ്രോസസ്സിൽ ഡയറക്ഷൻ ഓഫ് എനർജി ഫ്ലോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് ആഫ്റ്റർ കൊളിഷൻ. അതായത് ഒരു കൊളിഷൻ സംഭവിക്കുമ്പോഴത്തേനും എനർജി ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നതിന് മാറ്റമൊന്നും വരുന്നില്ല.
അതുകൊണ്ട് തന്നെ തെർമൽ റെസിസ്റ്റൻസിലോട്ട് അതിന് കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. ഏത് ഡയറക്ഷൻ ഓഫ് എനർജി ഫ്ലോയ്ക്ക്, ഡയറക്ഷൻ ഓഫ് എനർജി ഫ്ലോ കൊളിഷന് ശേഷം മാറത്തില്ല. അതുകൊണ്ട് തന്നെ there is no contribution to thermal resistance. The direction of energy flow remains constant even after collision. Therefore, there is no contribution to thermal resistance. Thus, there is no contribution to thermal resistance. ഇപ്പോൾ നമ്മൾ നോർമൽ പ്രോസസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമൽ പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ നോർമൽ പ്രോസസ് ക്യാൻ ഗീവ് ഇൻഫിനിറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഇൻ എ പെർഫെക്റ്റ് ക്രിസ്റ്റൽ. അതായത് ഇൻഫിനിറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഗീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തെർമൽ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമൽ പ്രോസസ്സിൽ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ദർ ഇസ് നോ കോൺട്രിബ്യൂഷൻ ടു തെർമൽ റെസിസ്റ്റൻസ്. എന്തുകൊണ്ട്? ഡയറക്ഷൻ ഓഫ് എനർജി ഫ്ലോ റിമൈൻസ് സെയിം. അപ്പോൾ ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ കാരണം നോർമൽ പ്രോസസ്സിൽ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാകും. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂടും. നോർമൽ പ്രോസസ് ക്യാൻ ഗീവ് ഇൻഫിനിറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഇൻ എ perfect crystal. Thus we can conclude the interactions in crystals are responsible for limiting conductivity to a finite value. A normal process can give infinite thermal conductivity A normal process can give infinite thermal conductivity in a perfect crystal. Thus we can conclude the interactions in crystal are responsible for conducting thus we can conclude the interactions in a crystal are responsible for limiting the conductivity to a finite value. അപ്പോൾ a normal process can give infinite thermal conductivity in a perfect crystal. Thus we can conclude that the interactions in a crystal are responsible for limiting the conductivity to a finite value. നോർമൽ പ്രോസസ് ആണെങ്കിൽ അവിടെ ഇൻഫിനിറ്റ് തെർമൽ കണ്ടക്ടിവിറ്റി കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻറ്ററാക്ഷൻസ് ഇൻ എ ക്രിസ്റ്റൽ വി ഗെറ്റ് എ കണ്ടക്ടിവിറ്റി ലിമിറ്റഡ് ടു ഫൈനൈറ്റ് വാല്യൂ. ഇനി ഈ പ്രോസസ്സിൻ്റെ ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ബ്രില്യൻ സോണിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് π/a അപ്പോൾ ഇപ്പുറത്ത് -π/a. ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ ഒരു ക്രിസ്റ്റലിലെ നോർമൽ പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രമാണ് ഇത്. ഫ്രീക്വൻസി വേഴ്സസ് എനർജി ഡയഗ്രമാണ് ഇത്. ഈ 2 ലൈൻസ് കാണിക്കുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെയും ട്രാൻസ്വേഴ്സ് വേവിനെയുമാണ്. അപ്പോൾ ഇവിടെ 1, 2, 3 ബൗണ്ടറിക്ക് അകത്ത് തന്നെയാണ് പ്രോസസ്സ് ഹാപ്പൻ ചെയ്യുന്നത്. ഇതാണ് ഒമേഗ വേഴ്സസ് ക്യൂ ഡയഗ്രാം. ഇപ്പോൾ നമ്മൾ നോർമൽ പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കുള്ളത് ഉംക്ലാപ്പ് പ്രോസസ്സാണ്.
ഇനി ഇവിടെയും 3 ഫോണോൺ പ്രോസസ്സിൽ വേവ് വെക്റ്റേഴ്സ് K1ഉം K2ഉം, അതായത് ω1ഉം ω2ഉം ഫ്രീക്വൻസി ഉള്ള വേവ് വെക്റ്റേഴ്സിൻ്റെ മൊമെൻ്റ് K1ഉം K2ഉം. K1ഉം K2ഉം ലാർജ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻസിഡൻറ്റ് ഫോണോൺസിൻ്റെ മൊമെൻ്റ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടിൻ്റെ മൊമെൻ്റേയും ലാർജ് ആയിരിക്കും. When the incident phonon large wave vectors, when the incident phonons have large wave vectors, അത് ഏതൊക്കെയാണ്? K1ഉം K2ഉം. When the incident phonons have large wave vectors K1 and K2, the resultant wave vector K3 is also large. ഇനി the equivalent wave vector is given by K1 dash is equal to K1 minus 2 pi by A. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോണോൺസിൻ്റെ വേവ് വെക്ടർ K1ഉം K2ഉം ലാർജ് ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻറ്റ് വേവ് വെക്ടർ K3യും ലാർജ് ആയിരിക്കും. ഈ K3ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫംഗ്ഷനാണ് K1 ഡാഷ്. K1 ഡാഷ് എന്ന് പറയുന്നത് K1 മൈനസ് 2 പൈ ബൈ എ. ഇവിടെ K3ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ളതാണല്ലോ K1. അപ്പോൾ 2 പൈ ബൈ എ ഈസ് ഗ്രേറ്റർ ദാൻ K3 ഈസ് ഗ്രേറ്റർ ദാൻ പൈ ബൈ എ. അപ്പോൾ ഫസ്റ്റ് ബ്രില്യൻ സോൺ എന്ന് പറയുന്നത് പൈ ബൈ എയും സെക്കൻഡ് ബ്രില്യൻ സോണാണ് 2 പൈ ബൈ എ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റിസൾട്ടൻ്റ് വെക്റ്റർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അങ്ങനെ നെഗറ്റീവ് ആകുമ്പോഴത്തേനും വെലോസിറ്റി എന്ന് പറയുന്നത് റിവേഴ്സ് ആകും. ദ റിസൾട്ടൻ്റ് വേവ് വെക്റ്റർ എന്ന് പറയുന്നത് K1 ഡാഷ് ഈസ് നെഗറ്റീവ് ആൻഡ് ദ വെലോസിറ്റി ഈസ് റിവേഴ്സ്ഡ്. Such a process is called Umklapp process or U process. Such a process is called Umklapp process or U process. U process cannot occur in continuous medium. ഇനി ഇത്രയാണ് ഉംക്ലാപ്പ് പ്രോസസ്സിൻ്റെ കാര്യം. അപ്പോൾ ഇൻസിഡൻറ്റ് ഫോണോൺസിൻ്റെ മൊമെൻ്റ് ലാർജാണ്, റിസൾട്ടൻ്റ് ലാർജ് ആയിരിക്കും. ആൻഡ് ഇക്വലൻ്റ് ഫംഗ്ഷൻ K3യുടെ ഒരു ഇക്വലൻ്റ് എന്ന് പറയുന്നത് K1 ഡാഷാണ്, K1 മൈനസ് 2 പൈ ബൈ എ. ഇവിടെ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, അതുകൊണ്ട് വെലോസിറ്റി റിവേഴ്സ്ഡ് ആണ്. ഇങ്ങനെ ഒരു പ്രോസസ്സിനെയാണ് ഉംക്ലാപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. യു പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മീഡിയത്തിൽ ഒക്കർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി പേൾസിൻ്റെ നേരത്തെ നമ്മൾ യു പ്രോസസ്സിൽ കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അക്കോർഡിംഗ് ടു പേൾസ് എന്ന സയൻറ്റിസ്റ്റിന് പ്രകാരം 3 ഫോണോൺ പ്രോസസ് ഫോർ തെർമൽ റെസിസ്റ്റിവിറ്റി. K1 plus K2 is equal to K3 plus G. ഇവിടെ G എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടർ ആണ്. G is equal to 0 for normal process. G not equal to 0 for U process.
Second, scattering of phonon by boundaries or grains. Scattering of phonons by boundaries or grains. ഇത് എവിടെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കെമിക്കലി പ്യുവറും സ്ട്രക്ചറലി പെർഫെക്റ്റും ആയിട്ടുള്ള ക്രിസ്റ്റലിൽ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് യു പ്രോസസ്സാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഓൾ ടെമ്പറേച്ചറിൽ. പക്ഷേ ലോ ടെമ്പറേച്ചറിൽ ലാംഡ എന്ന് പറയുന്നത് അറ്റോമിക് സൈസ്, അതായത് ആ ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ സൈസ്, സ്പെസിമെൻ്റെ സൈസുമായിട്ട് കമ്പയറബിൾ ആകും. അന്നേരം തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് ക്രിസ്റ്റലായിട്ട് മാറും. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സ്കാറ്ററിങ് ഓഫ് ഫോണോൺസ് എന്ന് പറയുന്നത് കെമിക്കലി പ്യുവറും സ്ട്രക്ചറലി പെർഫെക്റ്റും ആയിട്ടുള്ള ക്രിസ്റ്റലിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. ഇൻ കെമിക്കലി പ്യുവർ ആൻഡ് സ്ട്രക്ചറലി പെർഫെക്റ്റ്. ഇങ്ങനെ പറയുമ്പോഴത്തേനും അത് ലീനിയർ മീഡിയമാണ്. സ്ട്രക്ചറലി പെർഫെക്റ്റുമാണ്, കെമിക്കലി പ്യുവറുമാണ്, അറേഞ്ച്മെൻ്റ് എല്ലാം പക്കയാണ്. അപ്പോൾ അത് ലീനിയർ മീഡിയമാണ്. In chemically pure and structurally perfect crystal, the thermal resistance is determined by U process. Normal process alla, scattering of phonons by boundaries il U process aanu. The thermal resistance is determined by U process for most temperature range. ഇനി മോസ്റ്റ് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞു. ഇനി അറ്റ് ലോ ടെമ്പറേച്ചർ ലാംഡ, മീൻ ഫ്രീ പാത്ത് ലാംഡ ഈസ് കമ്പയറബിൾ ടു സൈസ് ഓഫ് സ്പെസിമെൻ. അറ്റ് ലോ ടെമ്പറേച്ചർ ലാംഡ ഈസ് കമ്പയറബിൾ to size of specimen. ലാംഡ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേനും തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഈസ് എ ഫങ്ഷൻ ഓഫ് സൈസ് ഓഫ് സ്പെസിമെൻ. അപ്പോൾ ഇവിടെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് സൈസ് ഓഫ് സ്പെസിമെൻ ആണ്. ഇവിടെ കെ എന്ന് പറയുന്നത് KB, thermal conductivity due to scattering of boundary. KB എന്ന് പറയുന്നത് CBD ആണ്. ഇവിടെ C എന്ന് പറയുന്നത് T ക്യൂബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ K എന്ന് പറയുന്നതും T ക്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഹിയർ specificity C depends on T cube and thus K also, thermal conductivity also depends അല്ലെങ്കിൽ varies with T cube. ഇനി polycrystalline samples value of D is restricted by size of crystalline block. In polycrystalline samples, D യുടെ ഒരു കാര്യം നമ്മൾ പറയാനാണെങ്കിൽ in polycrystalline samples value of D is depend on size of crystal. ഇത്രയാണ് സ്കാറ്ററിങ് ഓഫ് ഫോണോൺസ് ബൈ ബൗണ്ടറീസ് ഓർ ഗ്രെയിൻസ്. അപ്പോൾ കെമിക്കലി പ്യുവറും സ്ട്രക്ചറലി പെർഫെക്റ്റും ആയിട്ടുള്ള ക്രിസ്റ്റൽസിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. അത് യു പ്രോസസ്സാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സ്കാറ്ററിങ് ഓഫ് ഫോണോൺ ബൈ ബൗണ്ടറീസ്. ലോ ടെമ്പറേച്ചറിൽ ലാംഡ എന്ന് പറയുന്നത് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് കമ്പയറബിൾ ടു സൈസ് ഓഫ് സ്പെസിമെൻ. അവിടെ ദസ് കെ ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് സ്പെസിമെൻ. ഇവിടെ കെ എന്ന് പറയുന്നത് CVD ആണ്. ഇവിടെ സി എന്ന് പറയുന്നത് T ക്യൂബിന് വേരീസ് വിത്ത് T ക്യൂബ് ആൻഡ് ദസ് കെ ഓൾസോ തെർമൽ കണ്ടക്ടിവിറ്റി ഓൾസോ വേരീസ് വിത്ത് T ക്യൂബ്. ഇൻ പോളിക്രിസ്റ്റലൈൻ സാമ്പിൾസ് വാല്യൂ ഓഫ് D ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് ക്രിസ്റ്റൽ. അടുത്തതെന്ന് പറയുന്നത് സ്കാറ്ററിങ് ഓഫ് ഫോണോൺസ് ബൈ ഇംപ്യൂരിറ്റീസ് ഓർ ഇംപെർഫെക്ഷൻ.
Scattering of phonons by impurities നോക്കി കഴിഞ്ഞാൽ ഹിയർ സ്കാറ്ററിങ് ഡിപ്പെൻഡ്സ് ഓൺ ഒബ്സ്റ്റക്കിൾ സൈസ്. സ്കാറ്ററിങ് ഓഫ് ഫോണോൺ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് സൈസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ. ഒബ്സ്റ്റക്കിളിൻ്റെ സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ് കുറവായിരിക്കും. ഇത് എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഇംപെർഫെക്ഷൻ, ഐസോടോപ്പ് ഓഫ് ഡിഫറൻറ്റ് മാസ്, കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ്, അമോർഫോ സ്ട്രക്ചർ, ഇത്രയും സംഭവങ്ങളിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സ്കാറ്ററിങ് ഓഫ് ഫോണോൺ അപ്പോൾ സ്കാറ്ററിങ് ഓഫ് ഫോണോൺ ബൈ ഒബ്സ്റ്റക്കിൾ ഡിപ്പെൻസ് ഓൺ ഇറ്റ്സ് സൈസ്. ഒബ്സ്റ്റക്കിളിൻ്റെ സൈസ് സ്മോളർ ആണെന്നുണ്ടെങ്കിൽ സ്കാറ്ററിങ് സ്മോളാണ്. ഇത് എവിടേക്കാണ് ആപ്ലിക്കബിൾ ആകുന്നത്? പോയിന്റ് ഇംപെർഫെക്ഷൻ, ഐസോടോപ്സ്, കെമിക്കൽ ഇമ്പ്യൂരിറ്റീസ്, അമോർഫോ സ്ട്രക്ചേഴ്സ്. ഇനി അറ്റ് ലോ ടെമ്പറേച്ചർ ലാംഡ വേരീസ്. At low temperature Rayleigh scattering is applicable. Lambda varies as t raised to -4. അപ്പോൾ k varies as t raised to -1. ഹൈ ടെമ്പറേച്ചറിൽ ലാംഡ എന്ന് പറയുന്നത് അറ്റോമിക് സൈസുമായിട്ട് കമ്പയറബിൾ ആണ്, അതായത് ഇൻഫിനിറ്റിസിമൽ സ്മോൾ ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, കെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. ലോ ടെമ്പറേച്ചറിൽ റാലി സ്കാറ്ററിങ് ആപ്ലിക്കബിൾ ആണ്. ലാംഡ എന്ന് പറയുന്നത് ടി റൈസ് ടു -4 അനുസരിച്ചാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ കെ എന്ന് പറയുന്നത് ടി റൈസ് ടു -1 വെച്ച് വേരി ചെയ്യും. ഹൈ ടെമ്പറേച്ചറിൽ ലാംഡ എന്ന് പറയുന്നത് അറ്റോമിക് സൈസുമായിട്ട് കമ്പയറബിൾ ആണ്, അതായത് വെയിറ്റ് വെരി സ്മോൾ ആണ്. അപ്പോൾ കെ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡയഗ്രാംസ്, ഈ പ്രോസസ്സിൻ്റെ ഒരു ഡയഗ്രാം കാണിക്കാനാണെന്നുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ വേഴ്സസ് തെർമൽ കണ്ടക്ടിവിറ്റി ഡയഗ്രാം കാണിക്കാനാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഉംക്ലപ്പ് പ്രോസസ്സാണ്, അതായത് ലോ ടെമ്പറേച്ചറിൽ തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അടുത്തത് കുറച്ചുകൂടി സ്മോളർ കർവ് ആയിരിക്കും. ഈ സ്മോളർ കർവിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് ബൗണ്ടറി സ്കാറ്ററിങ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് ഇമ്പ്യൂരിറ്റി സ്കാറ്ററിങ്. ഇതെല്ലാം കെയുടെയും ടിയുടെയും വേരിയേഷനെ ഡിപ്പെൻഡ് ചെയ്താണ്. കെ ടി റൈസ് ടു -1 ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്യുന്നു. കെ ഇവിടെ ലോ ഇതിൽ വരുമ്പോഴത്തേനും അത് ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ആയിട്ട് പോകും. കെയിനെ പിന്നെ ടെമ്പറേച്ചറിനെ കെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ടി ക്യൂബിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്യുമ്പോഴാണ് ഇവിടെ ലോ വാല്യൂവിൽ വരുന്നത്. അതായത് ഉംക്ലപ്പ് പ്രോസസ്സ് ടി ക്യൂബിനെ വെച്ച് വേരി ചെയ്യുമ്പോഴാണ് ഈ പാർട്ട് വരുന്നത്. ഇനി സ്കാറ്ററിങ് ഓഫ് ഇമ്പ്യൂരിറ്റിയുടെ കാര്യത്തിൽ തന്നെ ലാർജ് ഇമ്പ്യൂരിറ്റിയുടെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കുറയും. അതായത് ലാർജർ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി റെഡ്യൂസസ് കണ്ടക്ടിവിറ്റി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റി ഡിസ്ലൊക്കേഷൻ കോസ് ചെയ്യും. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്ലൊക്കേഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ഡിസ്ലൊക്കേഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും. ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റീനെ ഡിക്രീസ് ചെയ്യും. ഇമ്പ്യൂരിറ്റി എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റി ഡിസ്ലൊക്കേഷൻ കോസ് ചെയ്യും. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്ലൊക്കേഷനാണ്. ഡിസ്ലൊക്കേഷൻ ഈസ് എഫക്റ്റീവ് അറ്റ് ലോ ടെമ്പറേച്ചർ. ഇനി അമോർഫസ് സബ്സ്റ്റൻസസ് ലൈക്ക് ഗ്ലാസ്സിലും പ്ലാസ്റ്റിക്കിലും ഫോണോൺ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് ലാർജാണ്. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് സ്മോൾ ആണ്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റുമാണ്. തെർമൽ കണ്ടക്ടിവിറ്റി കെ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ കുറവാണ്, അത് ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിനനുസരിച്ച് ഡിക്രീസും ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്ലാസും പ്ലാസ്റ്റിക്കും ഗുഡ് തെർമൽ ഇൻസുലേറ്റേഴ്സാണ്. അപ്പോൾ അമോർഫസ് സബ്സ്റ്റൻസ് ലൈക്ക് ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക് ഫോണോൺ സ്കാറ്ററിങ് ഈസ് വെരി ലാർജ്. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് സ്മോൾ ആണ്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻറ്റുമാണ്. കെ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ ലോ ആണ്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കെയും ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസും പ്ലാസ്റ്റിക്കും ഗുഡ് തെർമൽ ഇൻസുലേറ്റേഴ്സാണ്. ഇത്രയാണ് തെർമൽ റെസിസ്റ്റൻസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിയെന്ന് വെച്ചാൽ തെർമൽ റെസിസ്റ്റൻസ് 3 മെക്കാനിസം കാരണമാണ് അറൈസ് ചെയ്യുന്നത്. ഫോണോൺ ഇൻട്രാക്ഷൻ, സ്കാറ്ററിങ് ബൈ ബൗണ്ടറീസ്, സ്കാറ്ററിങ് ബൈ ഇമ്പ്യൂരിറ്റീസ്. ഫോണോൺ ഇൻട്രാക്ഷനിൽ നമ്മൾ ലീനിയർ മീഡിയത്തെക്കുറിച്ചും നോൺ ലീനിയർ മീഡിയത്തെക്കുറിച്ചും പറഞ്ഞു. പിന്നെ 2 ടെമ്പറേച്ചറിലുള്ള ഫോണോൺസിൻ്റെ ഇൻട്രാക്ഷൻസും പറഞ്ഞു. പിന്നെ അവിടെ തന്നെ നോർമൽ പ്രോസസ്സും ഉംക്ലാപ്പ് പ്രോസസ്സും പറയണം. അതിൻ്റെ 2ൻ്റെയും ഡയഗ്രാം ഉണ്ട്. ഉംക്ലാപ്പ് പ്രോസസ്സിലെ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇത് നമ്മൾ വിട്ടുപോയതാണ്. -π/a, π/a.
1 2 3 പുറത്താണ്. അതിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇത് 3 ഇതാണ് ഉംഗ്ലബ് പ്രോസസ്സിൻ്റെ ഡയഗ്രാം. പിന്നെ സ്കാറ്ററിങ് ഓഫ് ഫോണോൺസ് ബൈ ബൗണ്ടറീസ് പറഞ്ഞു. അത് കെമിക്കലി പ്യൂറും സ്ട്രക്ചറലി പെർഫെക്റ്റും ആയിട്ടുള്ള ക്രിസ്റ്റലിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ സ്കാറ്ററിങ് ഓഫ് ഫോണോൺസ് ബൈ ഇമ്പ്യൂരിറ്റീസ്, അത് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയഗ്രാംസ് നമ്മൾ പറഞ്ഞു. പിന്നെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്ലൊക്കേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഗ്ലാസിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും കാര്യം പറഞ്ഞു. അത് K എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചറിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഗുഡ് തെർമൽ ഇൻസുലേറ്റേഴ്സാണ്. ഇത്രയാണ് തെർമൽ റെസിസ്റ്റൻസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്.